ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡിസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റുള്ള റെസിപ്പിയാണേ. അധികം ടൈമൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലൻ ഡിസേർട്ടാണ് ഇത്. അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കുനാഫയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇതിന് നമ്മൾ കുനാഫ ഡോ അല്ല എടുക്കുന്നത്, അതിന് പകരം തിന്നായിട്ടുള്ള സേമിയാണ് എടുക്കുന്നത്. ഫസ്റ്റ് നമുക്കിതിൻ്റെ ക്രീം പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഞാനൊരു 3/4 കപ്പ് പാലാണ് എടുത്തത്. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്യണേ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇതിൽ. ഇനി ഇതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം ഷുഗർ ആഡ് ചെയ്യാം കേട്ടോ. ഈ ക്രീമിന് ഓവർ മധുരം ആവശ്യമില്ല കേട്ടോ, ഒരു മീഡിയം മധുരം മതി. നമ്മൾ ലാസ്റ്റ് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമല്ലോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സിനെ ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിം തന്നെ വെക്കണേ. ഇനി ഇത് കൈയെടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇത് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തിക്കായിട്ട് വരും. ഇതിപ്പോൾ തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റേജിൽ ഇതിലോട്ടേക്ക് നമുക്ക് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ചീസാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ചീസ് യൂസ് ചെയ്യാം കേട്ടോ, ക്രീം ചീസ് തന്നെ വേണമെന്നില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീസ് ആഡ് ചെയ്തിട്ടിട്ട് ഒരു 1 മിനിറ്റൊക്കെയാണ് ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ സോസ് പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഷുഗറിനകട്ടോ കുറച്ചുകൂടി വെള്ളം കൂടണം, അത്രയേ ഉള്ളൂ. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ നാരങ്ങാ നീര്, 1 ടീസ്പൂൺ റോസ് വാട്ടർ. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചില്ലേ? ഇനി തിളച്ചതിന് ശേഷം ഒരു 1 മിനിറ്റ് കൂടി എക്സ്ട്രാ ഒന്ന് തിളപ്പിക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്യാനുള്ള കോൺഫ്ലോർ മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്യണേ. ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ സേമിയ കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഈ സേമിയ കൈകൊണ്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണേ. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് ഒരു ബ്രെഡ് എടുക്കുക. അതിലോട്ടേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ക്രീമില്ലേ, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് അത് എക്സ്ട്രാ സ്പ്രെഡ് ചെയ്തോട്ടോ. ഇനി വേറൊരു ബ്രെഡ് എടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്രിപ്പയർ ചെയ്ത ബ്രെഡിനെ ഈ കോൺഫ്ലോർ മിക്സിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ബ്രെഡിനെ ഈ സേമിയയിലിട്ടിട്ട് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം. എല്ലാ സൈഡിലും മാക്സിമം കോട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലെയാണ് വേണ്ടത്. ഞാൻ ബാക്കിയുള്ള ബ്രെഡൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാന് ചൂടാക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് ചൂടാകുമ്പോൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത ബ്രെഡ് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം അപ്പോൾ മീഡിയത്തിൽ തന്നെ വെക്കണേ.
എന്നിട്ടൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് ഗോൾഡൻ ബ്രൗൺ കളറാവും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഓപ്പോസിറ്റ് സൈഡും 2-3 മിനിറ്റ് നമുക്ക് ഫ്ലെയിമിൽ വെക്കാം. അപ്പോഴത്തേക്കും അതും ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ടാവും. ഇതിപ്പോൾ 2 സൈഡും നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് പിസ്താഷ്യോ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. പിസ്താഷ്യോ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണമെന്നില്ല കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് മാക്സിമം എല്ലായിടത്തും എത്തുന്ന പോലെ ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ ക്രീം ഒരു മീഡിയം മധുരമല്ലുള്ളൂ, അതുകൊണ്ട് ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒഴിക്കുമ്പം ആ ഒരു മധുരം കറക്റ്റായിട്ട് ബാലൻസ് ആയിക്കോളും. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കിടിലൻ ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. ചാനൽ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.